മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശരിക്ക് ഓരോരുത്തര് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു. അതിൽ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർ ലോക ശ്രദ്ധയെ ആകർഷിക്കാൻ കാരണം അവരുടെ ഒരു ജന്മം ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ച് അവർ പ്രവർത്തിക്കുന്നു. ആ വ്യക്തി ഒരു ജന്മം മുഴുവനും അതിനുവേണ്ടി മാറ്റിവെച്ചാലും ഭാവി ലോകം നൂറുകണക്കിന് വർഷം, ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ആ വ്യക്തിയെ ഓർമ്മിക്കും. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം എഴുതിയ വാൽമീകി മഹർഷിയെ ത്രേതായുഗം മുതൽക്ക് ഇങ്ങോട്ട് നമ്മൾ ഓർമ്മിക്കുന്നു. വേദവ്യാസനെ ഓർമ്മിക്കുന്നു, വസിഷ്ഠനെ ഓർമ്മിക്കുന്നു, ശ്രീരാമനെ ഓർമ്മിക്കുന്നു, യേശുക്രിസ്തുവിനെ ഓർമ്മിക്കുന്നു, മുഹമ്മദ് നബിയെ നമ്മൾ ഓർമ്മിക്കുന്നു, സോക്രട്ടീസിനെ നമ്മൾ ഓർമ്മിക്കുന്നു. കാരണം അവരുടെ ഒരു ജന്മം ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ച് പ്രവർത്തിക്കുന്നു. അതിൻ്റെ പരിണത ഫലം അങ്ങേര് ജീവിച്ചിരുന്ന കാലത്തോ പിന്നീടോ ജനതയ്ക്ക് മാർഗദർശകമാകുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നീ ചോദ്യങ്ങൾ ചോദിച്ച് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും 10 മണിക്ക് ചായയും ഉച്ചയ്ക്കുള്ള ഊണും വൈകുന്നേരത്തെ ചായയും രാത്രി ഭക്ഷണവും പിന്നെ കിടന്നുറങ്ങലും മാത്രമാക്കാതെ നമ്മളുടെ ഒരു ജന്മത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാം. ഞാൻ എന്നും പറയാറുള്ളതാണ്, ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് കുറേ വ്യക്തികൾ, 1-2 പേരൊന്നുമല്ല, വ്യക്തികൾ ഒന്നും ചെയ്യാതെ ജീവിച്ചിരുന്ന വ്യക്തികൾ ചില പ്രഭാഷണങ്ങൾ കേട്ട് അവരുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടേതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അഗാധമായ രീതിയിൽ സമൂഹത്തിൽ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് വൻ വിജയമാണ്. വെറുതെ ജീവിച്ചിരുന്നവര്, ഞാൻ എപ്പോഴും പേര് പോലും പറയാറുണ്ട്. ഇന്നലെ ജയരാജ് എന്ന് പറയുന്ന ഒരാൾ കുവൈറ്റിൽ നിന്ന് വിളിച്ചിരുന്നു. ഒന്നും ചെയ്യാതിരുന്ന ആളാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ അസാധാരണമായ വിധത്തിൽ ആക്റ്റീവാണ്. അത്ര ഗംഭീരമായിട്ട് ആക്റ്റീവ് ആവുക. നിങ്ങളുടെ ജന്മവും വെറുതെ കളയുന്നതിന് പകരം നമ്മുടെ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിക്കാം. ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ച് പ്രവർത്തിച്ച ആളാണ് ശങ്കരാചാര്യർ. അങ്ങനെ പ്രവർത്തിച്ച ആളാണ് സ്വാമി വിവേകാനന്ദൻ. അങ്ങനെ ഒരു വിവേകാനന്ദനെ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളാണ് രാമകൃഷ്ണ പരമഹംസർ. ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി മാറ്റിവെച്ച ആളാണ് ഭഗത് സിംഗ്. സുഭാഷ് ചന്ദ്രബോസ് ഭാരതത്തിനെ സ്വാതന്ത്ര്യമാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളാണ്. ഏതെങ്കിലും വഴിയിലൂടെ ആയാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മഹാത്മാഗാന്ധി ജീവിതം ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച ആളാണ്. ഒരു വലിയ സാഹിത്യത്തിൻ്റെ കൂമ്പാരം ഉണ്ടാക്കിയ ആളാണ് രവീന്ദ്രനാഥ ടാഗോർ. വളരെ പാവപ്പെട്ടവരെയും ജാതിയിൽ താഴ്ന്നവരെയും ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെ കുറേ പേരുടെ പേരുകൾ വേണമെങ്കിൽ ലിസ്റ്റ് അനുസരിച്ച് പറയാൻ സാധിക്കും. ഇവരെയൊക്കെ നമ്മൾ ഇന്നും ഓർമ്മിക്കാൻ കാരണം അവരുടെ ജന്മം നമ്മളെപ്പോലെ ജീവിക്കുമ്പോൾ പോലും ഒരു പ്രത്യേക ലക്ഷ്യം മുമ്പിൽ വെച്ച് പ്രവർത്തിച്ചു. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാനും ഔദ്യോഗിക കർമ്മങ്ങൾ ചെയ്യാനും എല്ലാത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഒരു ലക്ഷ്യം പ്രത്യേകമായിട്ടുള്ളത് മുമ്പിൽ വയ്ക്കുക. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിലെ കുറേ ഭാഗം ചെലവഴിക്കുക. ജീവിതം ഒരിക്കലും വിരസമാവില്ല. പ്രണാമം, നമസ്കാരം.